ജപ്പാനിലെ ഒരു നാടാണ് ഒക്കിനാവ. ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ശരാശരി 100 വയസ്സിന് മുകളിലാണ് ആയുസ്. മാത്രമല്ല ഈ 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. കാര്യമായ രോഗങ്ങളൊന്നും അവരെ ബാധിക്കാറില്ല. അവരുടെ ഈ ജീവിതശൈലിയെക്കുറിച്ച് പഠിച്ച് ഒരു ഇംഗ്ലീഷുകാരൻ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഇക്കിഗായ്. കോവിഡ് കാലത്ത് ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഈ പുസ്തകമാണ്. ഈ നാട്ടുകാരുടെ ജീവിതശൈലി അതിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ഇക്കിഗായ് എടുത്തു പറയുന്നത് അവരുടെ ഭക്ഷണ രീതിയാണ്. അവർ സാവകാശമാണ് ഭക്ഷണം കഴിക്കുന്നത്. വയറിൻ്റെ 80% മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. മാത്രമല്ല അതിൽ പറയുന്ന മറ്റൊരു കാര്യം, അവർ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടിയാണ് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ചില സുന്നത്തുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പ്രാക്ടിക്കലാക്കുമ്പോൾ തങ്ങൾ എത്ര ആരോഗ്യ വിദഗ്ധനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒക്കിനാവിലെ നാട്ടുകാർ 80% ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ തിരുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ബിഹസ്ബി ബിനി ആദം ഉകുലാത്തിൻ യുഖിംന സുൽബ. മനുഷ്യന് അവൻ്റെ മുതുകിനെ നിവർത്തി നിർത്താൻ വേണ്ടി അല്പം ഭക്ഷണം മതി. ഫഇൻ കാന ലാ മഹാല, ഇനി അതല്ല കൂടുതൽ അനിവാര്യമായി വന്നാൽ ഫസുലുസുൻ ലി അത്ആമി, 1/3 അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി വയറിൻ്റെ, വസുലുസുൻ ലി ഷറാബി, വയറിൻ്റെ 1/3 വെള്ളത്തിന് വേണ്ടി, വസുലുസുൻ ലി നഫസി, 1/3 ശ്വസനവായുവിന് വേണ്ടി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ തിരുവചനത്തിൽ ഇങ്ങനെ കാണാം, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കൽ നിനക്ക് ദാനമാണ്.